വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫായിസ് അങ്ങനെ നേരെ പോയത് അവൻ്റെ റൂമിലേക്കാണ്. അവൻ ചെന്ന് കട്ടിലിൽ ഇരുന്നു. അവൻ്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവൻ ഇടയ്ക്കിടെ തൻ്റെ കൈമുട്ടുകൊണ്ട് കണ്ണിങ്ങനെ തുടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യം ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് അവൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം സുമിയെ അവന് അത്ര ഇഷ്ടമായിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് അവൾ ഒരു കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോകുമെന്നോ അവൾക്കൊരു കല്യാണം ഉടനെ ഉണ്ടാവുമെന്നോ അവൻ ആലോചിച്ചിട്ട് പോലുമില്ലാത്ത ഒരു കാര്യമായിരുന്നു. സുമിയെ അവൻക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം അത്രയും അവളെ അവൻ എന്ന് മാത്രമല്ല അവൻ്റെ കുടുംബവും അത്രയേറെ അവളെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ ഫായിസിന് തൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയാനുള്ളൊരു ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അവൾ അങ്ങനെയുള്ളൊരു പെണ്ണ് അല്ല എന്ന് അവൻക്കറിയാം. കാരണം ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നും ഒരു പെട്ടെന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിൽ തന്നോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ തന്നോട് ഇപ്പോഴുള്ള അവളുടെ അടുപ്പവും സ്വാതന്ത്ര്യവും തനിക്ക് അവളോടുള്ള ഇഷ്ടവും സ്വാതന്ത്ര്യവും ഒക്കെ ഒരു വേള നഷ്ടപ്പെട്ടാലോ എന്ന് ഫായിസ് ഭയന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കാര്യം ഇത്രയും നാളായിട്ട് ഫായിസ് നമ്മുടെ സുമിയെ അറിയിച്ചിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം വേറൊന്നുമില്ല. ഇത്രയും പെട്ടെന്ന് അവൾക്കൊരു കല്യാണാലോചന വരികയോ അവൾ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോകുകയോ എന്ന് അവൻ ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ വേറെ ഒരാൾ പുറത്തു പോകുമ്പോൾ വേറെ ഒരാൾ അവളെ നോക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫായിസിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. മറ്റൊരാൾ അവളെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫായിസ് അവളെയും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറിക്കളയലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്യാണാലോചന വന്നിരിക്കുന്നത്. അത് എങ്ങനെ അവന് സഹിക്കാൻ കഴിയും? അവൻ്റെ ഉള്ളിങ്ങനെ തേങ്ങുകയാണ്. എന്നാൽ ആരോടും പെട്ടെന്ന് തുറന്നു പറയാനും കഴിയാത്ത അവസ്ഥ. ഇനി ഉപ്പ ഈ ഒരു ആലോചനയുമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ സുമിയെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നെല്ലാം ആലോചിച്ച് അവനിങ്ങനെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ നൂറാക്കും നുഷൈബാക്കും കാര്യങ്ങൾ മനസ്സിലായി. അവർക്ക് അറിയാം തങ്ങളുടെ ഇക്കാക്ക് സുമിയെ ഒത്തിരി ഇഷ്ടമാണെന്ന്. അതുപോലെ തന്നെ സുമിക്കും ചെറുതായിട്ടൊരു ഡൗട്ടുണ്ടായിരുന്നു. ഫായിസിന് തന്നോട് ഉള്ളിൽ എന്തോ ഒരു ചെറിയ ഉണ്ട് എന്നുള്ളത് കുറേ ദിവസമായി അവളുടെ ഒരു സംശയമാണ്. എന്നാൽ അവൻ തുറന്നു പറയാതെ എങ്ങനെ താനായിട്ട് അങ്ങോട്ട് പറയും? സുമിക്കും ഇഷ്ടമായിരുന്നു ആ കുടുംബത്തെ. അവിടെ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യം അവൾക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. എന്നാൽ അവർക്ക് മരുമകളായി തന്നെ സ്വീകരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ താനായിട്ട് ഒരു വിവാഹാലോചന അങ്ങോട്ട് നടത്തുന്നത് ശരിയല്ലല്ലോ. കാരണം എവിടെയും അത് പതിവില്ലല്ലോ. അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമോ അതുപോലെ തന്നെ നമ്മുടെ നൂറായും നുഷൈബായും ലൈലാത്തയെയും ഷാജഹാനെയും ഫായിസിനെയും വിട്ടുപോകുന്ന കാര്യമോ ആലോചിക്കാൻ പോലും സുമിക്കും പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫായിസിന് തന്നോട് ചെറുതായൊരു ഇഷ്ടമുണ്ട് എന്ന സംശയം അവൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് പൂർണ്ണമായും ബോധ്യമായി അവന് തന്നെ ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്ന്. അതുപോലെ തന്നെ നൂറാക്കും നുഷൈബാക്കും മനസ്സിലായി തങ്ങളുടെ ഇക്കാക്ക് സുമിയെ ഒത്തിരി ഇഷ്ടമാണ് എന്നുള്ള കാര്യം. അവർക്ക് ആദ്യമേ ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ നൂറായും നുഷൈബായും സുമിയും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നൂറായും നുഷൈബായും നേരെ പോയത് നമ്മുടെ ഫായിസിൻ്റെ റൂമിലേക്കാണ്. അവർ വാതിലിൽക്കൽ നിന്ന് റൂമിൻ്റെ കതക് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ എത്തി നോക്കി.
അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഫായിസിനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇടയ്ക്കിടെ അവൻ കണ്ണുനീരിങ്ങനെ കൈകൊണ്ട് തുടക്കുന്നതും അവർക്ക് പിന്നിൽ നിന്നു കാണാം. അതോടുകൂടി നമ്മുടെ നൂറായും നുഷൈബായും ഒരു കാര്യം ഉറപ്പിച്ചു. തങ്ങളുടെ ഇക്കാക്കയ്ക്ക് വേണ്ടി സുമിയോട് തങ്ങൾ സംസാരിക്കും. തങ്ങളുടെ ഇക്കാക്കയ്ക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് എന്നും തങ്ങളെ ആരെയും വിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകരുത് എന്നും അവരുടെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല പറയണം എന്നവർ തീരുമാനിച്ചു. അവർ ചെല്ലുമ്പോൾ സുമി അടുക്കളയിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ ഒരുങ്ങുകയായിരുന്നു. നൂറായും നുഷൈബായും പിന്നിൽ നിന്ന് ഒന്ന് മുരടനക്കി എന്ന് പറഞ്ഞു. അവരുടെ ആ സൗണ്ട് കേട്ടിട്ടാവണം നമ്മുടെ സുമി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. നൂറായും നുഷൈബായും അവളോട് പറഞ്ഞു, ഇത്താത്ത, ഞങ്ങൾക്ക് ഇത്താത്തയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ഇത്താത്ത ദയവ് ചെയ്ത് അതിന് എതിർപ്പൊന്നും പറയരുത്. അവരുടെ ആ മുഖവുര കേട്ടപ്പോൾ തന്നെ സുമിക്ക് ചെറുതായി ഒരു സംശയം തോന്നി. ഒരു പക്ഷേ ഫായിസിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണോ അവർ വന്നത്? കാരണം അവൾക്കും അറിയാം നൂറാക്കും നുഷൈബാക്കും ഒന്നും തന്നെ വിട്ടു പിരിയാൻ കഴിയില്ല എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എന്താണ് മക്കളെ, പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവർ പെട്ടെന്ന് തന്നെ ചോദിച്ചു, ഇത്താത്താക്ക് ഞങ്ങളുടെ ഇക്കായെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇത്താത്തയെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇക്കാക്കും ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഇത്തായെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത്താത്ത ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഞങ്ങൾക്കാർക്കും സഹിക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ കൂടി ഞങ്ങൾക്ക് ഇത്താത്തയോട് ചോദിക്കാനുള്ളത് ചോദിക്കണ്ടേ? ഞങ്ങളുടെ ഇക്കാക്കയെ ഇത്താത്താക്ക് ഇഷ്ടമാണോ? ഒരു വേള നമ്മുടെ സുമിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം താൻ ആഗ്രഹിച്ച കാര്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. താനായിട്ട് അങ്ങോട്ട് ഈ കുടുംബത്തിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരായിട്ട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അവൾ അതൊന്നും പുറത്ത് കാണിക്കാതെ അവരോട് ചോദിച്ചു, അതിന് നിങ്ങളുടെ ഇക്കാക്ക് എന്നെ ഇഷ്ടമാവുമോ? ഇക്കാക്കാൻ്റെ മനസ്സിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഹൂറികളാണെങ്കിലോ? അപ്പോൾ അവർ പറഞ്ഞു, പോ ഇത്താത്ത, ഇത്താത്താക്കറിയാം ഞങ്ങൾക്കും ഇക്കാക്കും എല്ലാം ഇത്താത്തയെ ഒരുപാട് ഇഷ്ടമാണ് എന്ന്. എന്നാലും ഒന്നും അറിയാത്ത പോലെയുള്ള ഒരു കൊഞ്ചിക്കളി എന്ന് പറഞ്ഞ് അവർ അവളെ കളിയാക്കി. എന്തായാലും അവർ ഹാപ്പിയായി. ഇനി ഈ കാര്യം ഇക്കാക്കയോട് സംസാരിക്കണം എന്ന് അവർ 3 പേരും തീരുമാനിച്ചു. അവർ പറഞ്ഞു, ഇനി ഇക്കാക്കയെ ഒന്ന് ഞങ്ങൾ വട്ടുകളിപ്പിച്ച് ഈ അതിൻ്റെ ശേഷം ഒന്ന് സർപ്രൈസാക്കി ഈ വാർത്ത അറിയിച്ച് ഞങ്ങൾ വരാം. ഇത്താത്ത ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ വേണ്ട ഞങ്ങളുടെ പിന്നാലെ വാ. എന്നിട്ട് കുറച്ച് മാറി നിന്ന് നോക്കിയാൽ മതി. ഇക്കാക്കാൻ്റെ ആ ഒരു എന്താണ് അപ്പുറത്തെ എക്സ്പ്രഷൻ എന്നുള്ളത് ഇത്താത്തക്ക് കാണാലോ. ഒന്ന് ഒളിഞ്ഞു നിന്ന് നോക്കിയാൽ മതി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ ഫായിസിൻ്റെ റൂമിലേക്ക് തിരിച്ചു. അവർ നേരെ ചെന്നു. അവർ 2 പേരും വിളിച്ചു, ഇക്കാക്കോയ്, ഇക്കൂസേ, എന്താ പരിപാടി ഇവിടെ? ഫായിസ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് പെങ്ങന്മാരുടെ വിളി കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ കണ്ണുനീരെല്ലാം തുടച്ച് തിരിഞ്ഞു നിന്ന് ഒരു പുഞ്ചിരി മുഖത്ത് കൃത്രിമമായി വരുത്തി അവൻ ചോദിച്ചു, എന്താ പെണ്ണുങ്ങളെ, ഞാൻ പേടിച്ചു പോയല്ലോ, പിന്നിൽ നിന്ന് വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതേ, നമ്മുടെ ഉസ്മാൻ ഹാജിയുടെ മോൻ്റെ ആലോചനക്ക് ഓക്കെ ആണെന്ന് ഇത്താത്ത അറിയിച്ചിട്ടുണ്ട്. ഉമ്മാനോടും ഉപ്പാനോടും പറയാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്താത്തക്ക് നേരിട്ട് പറയാൻ മടി കാരണം ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നല്ല വലിയ തറവാട്ടുകാരും നല്ല ഷോപ്പുകളെല്ലാം ഉള്ള വലിയ മുതലാളിമാരൊക്കെ അല്ലേ. ഇത്താത്തക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ആലോചന. ഈ ആലോചനയുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇത്താത്താൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു.
അത് കേട്ടതും ഫായിസിൻ്റെ മനസ്സ് ആകെ തേങ്ങിപ്പോയി. എന്നാൽ അത് പെങ്ങന്മാരുടെ മുഖത്ത് കാണിക്കാതെ, പെങ്ങന്മാരുടെ മുന്നിൽ കാണിക്കാതെ അവൻ, അതിനെന്താ, നല്ല കാര്യമല്ലേ, നല്ല ആലോചനയല്ലേ, അതിനെന്താ, എനിക്കും സന്തോഷമുള്ളൂ, അവൾക്ക് അങ്ങനെ ഒരു നല്ല ജീവിതം കിട്ടുകയാണെങ്കിൽ എനിക്കും സന്തോഷമുള്ളൂ എന്നെല്ലാം പറഞ്ഞ്. എന്നാൽ അവന് വാക്കുകളിങ്ങനെ ഇടറുന്നുണ്ട്, വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നൂറായും നിഷൈബായും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഹമ്പട കള്ളാ, ഞങ്ങളെ പറ്റിക്കണ്ട. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഇക്കൂസിന് ഇത്താത്തയെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ഇത്താത്തയെ വിട്ടുകളയാൻ ഇക്കൂസിനാവുമോ എന്നെല്ലാം ചോദിച്ച് അവൻ്റെ വയറിന് തന്നെ അവർ രണ്ടുപേരും ഒരു ഇടി വെച്ച് കൊടുത്തു. ഞങ്ങളോട് കള്ളം പറയുന്നു, കള്ള തിരുമാലി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞു, ആര് പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന്? ഞാൻ പറഞ്ഞോ നിങ്ങളോട്? അല്ലെങ്കിൽ നിങ്ങളെ ഇത്താത്താനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം പറഞ്ഞ് അവനിങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എത്ര കാലമായി ഞങ്ങളുടെ ഇക്കാനെ കാണാൻ തുടങ്ങിയിട്ട്. ഇക്കാൻ്റെ മനസ്സൊന്ന് തേങ്ങിയാൽ, അല്ലെങ്കിൽ ഇക്കാൻ്റെ മനസ്സിൽ സന്തോഷമായാലും സങ്കടമായാലും ഇക്കാൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി ഉരുണ്ട് കളിക്കണ്ട. ഞങ്ങൾ എല്ലാം ഇത്താത്തയോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. ഇത്താത്താക്കും സന്തോഷമാണ് ഞങ്ങളെ ഇക്കാൻ്റെ പെണ്ണാവാൻ. ഫായിസ് സന്തോഷം കൊണ്ട് തൻ്റെ പെങ്ങന്മാരെ ഇരുകൈ കൊണ്ടും ചേർത്ത് പിടിച്ചു. കാരണം എങ്ങനെ താൻ ഈ കാര്യം അവതരിപ്പിക്കും എന്ന് വിചാരിച്ച് ആകെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് തൻ്റെ പെങ്ങന്മാർ സാധിപ്പിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇക്കാക്ക് വേണ്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത് സാധിപ്പിച്ചുവല്ലോ. അവളുടെ മനസ്സ് അറിഞ്ഞു, അത് മതി. ഇനി ഉമ്മാനോടും ഇപ്പാനോടും നിങ്ങൾ തന്നെ ഈ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണം. എനിക്ക് പറയാൻ ഒരു മടിയാണ്. നിങ്ങൾ ഇത്താത്തയെ ഇത്ര പെട്ടെന്ന് കയ്യിലെടുത്തില്ലേ, അതുപോലെ തന്നെ ഉമ്മാനെയും ഉപ്പാനെയും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഒരു കടമ്പ കൂടി തീർന്നാൽ എൻ്റെ പെണ്ണ് എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തോടു കൂടി തൻ്റെ പെങ്ങന്മാരെ ചേർത്ത് പിടിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ഹമ്പടാ കള്ള, ഇതായിരുന്നു മനസ്സിലിരിപ്പ് അല്ലേ? എന്നിട്ടാണ് ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെപ്പോലെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിച്ചിരുന്നത്. ഇനി മറഞ്ഞു നിൽക്കേണ്ട, ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞുകൊണ്ട് മറഞ്ഞു നിൽക്കുന്ന സുമിയെയും അവർ വിളിച്ചു വരുത്തി. കണ്ടില്ലേ ഞങ്ങളുടെ ഇക്കായുടെ സന്തോഷം? ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങളുടെ ഇക്കാക്ക് എന്തിഷ്ടമാണ് ഇത്തായെ എന്ന്? ഇത്ത എന്താ പറഞ്ഞത്? ഹൂറിമാരെയോ സുന്ദരിമാരെയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഇക്കാക്ക് ഇഷ്ടപ്പെടുക എന്നല്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങളുടെ ഇക്കാനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, ഇനി രണ്ടുപേരും കുറച്ചു നേരം പ്രണയിച്ചോ, ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. ഇതേ സമയം നമ്മുടെ സുമി ആകെ നാണം കൊണ്ട് എന്തു പറയണമെന്ന അവസ്ഥയിലായിരുന്നു. അതേ അവസ്ഥ തന്നെയായിരുന്നു ഫായിസിനും. അവർ തമ്മിൽ അങ്ങനെ ഇതുവരെ ഒറ്റക്കായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലെയൊരു പ്രണയത്തിൻ്റെയോ ഇഷ്ടത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സുമി എപ്പോഴും ഉത്തരവാദിത്തമുള്ളൊരു പെണ്ണാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിലെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ അവൾ ഓടി വരുന്നത് ഫായിസിൻ്റെ അടുത്തേക്കാണ്. അവൾക്ക് വേണ്ട ഉപദേശങ്ങൾ തേടുന്നതും അവനെ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയല്ല അവർ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രണയാർദ്രമായ ഒരു നിമിഷങ്ങൾ അവർക്കിടയിൽ ആദ്യമായിട്ടാണ്. എന്ത് പറയണമെന്ന് അറിയാതെ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു. അതിനിടയിൽ ഫായിസ് പറഞ്ഞു, അവൻ തന്നെ പറഞ്ഞു, സുമി, എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഉപ്പ ആ ഒരു വിഷയം, കല്യാണത്തിൻ്റെ വിഷയം അവിടെ എടുത്തിട്ടപ്പോൾ ഞാൻ ഒരു വേള ആകെ ഇല്ലാതായിപ്പോയി സുമി. നിന്നെ എനിക്ക് നഷ്ടപ്പെടുന്ന കാര്യം
എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം, ഞാനൊന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് വരെ ഞാൻ ആലോചിച്ചു. അപ്പോൾ സുമിയും പറഞ്ഞു, സങ്കടപ്പെടല്ലേ ഇക്ക, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ. ഇനി ഉമ്മാക്കും ഉപ്പാക്കും കൂടി സമ്മതമായാൽ അൽഹംദുലില്ലാ, എനിക്കും സന്തോഷമായി. കാരണം ഞാനും നിങ്ങളെ എല്ലാവരെയും വിട്ട് ഈ കുടുംബത്തിൽ നിന്ന് പോകേണ്ടി വരുമോ എന്നെല്ലാം ആലോചിച്ചു. കാരണം നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടുമോ, എന്നെ നിങ്ങൾക്കിവിടെ നിർത്താൻ താല്പര്യമുണ്ടെങ്കിലല്ലേ എല്ലാ കാലവും എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെയെല്ലാം ആലോചിച്ചപ്പോൾ ഞാനും ഒരു വേള ആകെ സങ്കടപ്പെട്ടു പോയി. ഇനി കുഴപ്പമില്ല, എന്തായാലും നൂറായും നുഷൈബായും ഉപ്പായോട് സംസാരിച്ച് അവരുടെ തീരുമാനങ്ങൾ കൂടി അറിഞ്ഞാൽ ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും. നമുക്ക് അവർ കൂടി ഈ ഒരു കാര്യത്തിന് സമ്മതിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സുമി അവിടെ നിന്നും കിടക്കാനായി റൂമിലേക്ക് പോന്നു. ഇതേ സമയം നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തയും കിടക്കാൻ ഒരുങ്ങി റൂമിൽ ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയം ഷാജഹാനിക്ക തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്തു പറ്റി ലൈല നമ്മുടെ മക്കൾക്ക്? ഞാൻ ആ ഒരു കല്യാണക്കാര്യം പറഞ്ഞത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലേ ആവോ? ഞാനത് പറഞ്ഞ ഉടനെ ഫായിസ് എണീറ്റ് പോയല്ലോ. അവന് ഇനി എന്തെങ്കിലും ഇഷ്ടം സുമിമോളോടുണ്ടോ? അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സുമിയും നൂറായും നുഷൈബായും എണീറ്റ് പോയി. എന്തൊക്കെയോ ഇവിടെ ഒരു മണക്കുന്നുണ്ട് അവർക്കിടയിൽ. അവന് അവളെയും അവൾക്ക് അവനെയും ഇഷ്ടമാണോ എന്നെല്ലാം സംശയമുണ്ടെനിക്ക്. സുമി നല്ല കുട്ടിയാണ്, അവളെ നമ്മുടെ വീട്ടിൽ എന്നും നിർത്താനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഇത്രയും നല്ലൊരു കല്യാണാലോചന വന്നിട്ട് അവൾ നാളെ പറയരുതല്ലോ, നിങ്ങൾ എനിക്ക് ഉണ്ടായ നല്ലൊരു ജീവിതം ഇല്ലാതാക്കിയെന്നോ, അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ഒന്നും നമുക്കറിയില്ല. എനിക്കും ആഗ്രഹം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാതെ നമ്മുടെ ഫായിസിന് വേണ്ടി ആലോചിച്ചാലോ എന്നാണ്. കാരണം അവൾ വന്നതിൻ്റെ ശേഷമാണ് നമുക്കൊരു നല്ല കാലമുണ്ടായത്. അതുമാത്രമല്ല, നല്ല ദീനീയ ചിട്ടയും അച്ചടക്കവും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാനുള്ള അവളുടെ സ്വഭാവം നോക്ക്. എന്ത് സ്നേഹത്തോടു കൂടിയാണ് അവൾ നമ്മളോടും ഫായിസിനോടും അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കളോടും പെരുമാറുന്നത്. വേറൊരു കുട്ടി ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു സന്തോഷം കിട്ടുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്കും അവളെ എന്നും നമ്മുടെ കൂടെ നിർത്താനാണ് ഇഷ്ടം എന്ന് ഷാജഹാനിക്ക പറഞ്ഞപ്പോൾ ലൈലാത്ത പറഞ്ഞു, അതെ, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അവൾക്കും ഫായിസിനും കൂടി ഇഷ്ടമുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ, അവരുടെ മനസ്സും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അവരോട് ചോദിക്കുക? നാളെ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടായാലും നമ്മൾ തട്ടിത്തെറിപ്പിച്ചു എന്ന് പറയാൻ ഇടവരരുത്. അതുകൊണ്ട് തന്നെ എന്താണ് വരുന്നത് എന്ന് നമുക്ക് വഴിയെ നോക്കാം. അവളോട് ഞാൻ ആലോചിക്കാൻ അവൾ എന്നോട് പറഞ്ഞത് ആലോചിച്ചിട്ട് വിവരം പറയാം എന്നല്ലേ. ഉസ്മാൻ ഹാജിയുടെ മകൻ്റെ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ അതല്ലേ പറഞ്ഞത്, ആലോചിച്ചിട്ട് പറയാമെന്ന്. അവളെന്താ പറയുന്നത് എന്ന് നോക്കാം. ഇപ്പം എന്തായാലും നമുക്ക് കിടക്കാം, ഇൻഷാ അല്ലാ നാളെ മോളുമായി സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തയും ഉറങ്ങാനായി കിടന്നു. നമ്മുടെ ഫായിസിൻ്റെയും അതുപോലെ തന്നെ സുമിയുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ രാത്രിയായിരുന്നു അന്ന്. കാരണം തങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യം ഇത്രയും പെട്ടെന്ന് ശരിയാകും എന്ന് അവർ രണ്ടുപേരും ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ആ ഒരു കല്യാണാലോചന വന്നത് ഒരു തലവേദനയായി തോന്നിയ അവർ രണ്ടുപേർക്കും ഇപ്പോൾ ആ ഒരു കല്യാണാലോചന വന്നത് എത്രയും നന്നായി എന്നാണ് തോന്നിയത്. കാരണം ഇത്രയും പെട്ടെന്ന് തങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാൻ അതുകൊണ്ട് സാധിച്ചല്ലോ. ഇനി ഒരു കടമ്പ കൂടിയുണ്ട്, ഉമ്മ ഉപ്പ അവർ കൂടി സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് നമ്മുടെ ഫായിസും സുമിയും ആത്മായി ആഗ്രഹിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഉറങ്ങാനായി കിടന്നു.